ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും കൂടി രാവിലെ സെറ്റായി വീട്ടിൽ നിന്ന് വീഡിയോസ് എടുക്കാനൊക്കെ മറന്നു. വണ്ടിയിൽ കയറിയപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങളൊക്കെ കഥയും പാട്ടും പറഞ്ഞ് ഞങ്ങൾ കളിച്ചും തിരിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുതിരാൻ തുരങ്കത്തിലൂടെ ഞങ്ങൾ നുഴഞ്ഞ് കയറുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ആദ്യം പോണത് ഗുരുവായൂരിലോട്ടാണ്. അപ്പോൾ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയായിട്ട് ഭയങ്കര വൈബിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിവിടെ എത്തി. ഒരു 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ 8:30 എത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തൊഴുതാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ഓരോ കാഴ്ചകളും നമ്മൾ പാർക്കിംഗ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ അമ്പലം ഫ്രണ്ടിലെത്തി. ഉള്ളിലോട്ട് കടന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ ശരിക്കും പെട്ടുപോയിന്ന്. അത്രയും തിരക്കെന്ന് വെച്ചാലും പോരാ, അത്രയും തിരക്ക്. അങ്ങനെ ഞങ്ങൾ ലൈൻ നിന്ന് ഒടുവിൽ ഒരു 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് തൊഴുതിയിട്ട് വന്നു. അതിന് ശേഷം പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോയി കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. 2 കടകളിൽ കയറി. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുഡ് കിട്ടിയില്ല, ഒക്കെ പൂട്ടിയതുകൊണ്ട്. പിന്നെ ഇത്ര പേർക്കുള്ള ഫുഡില്ല. ഞങ്ങളൊരു 20-22 പേരുണ്ടായിരുന്നു. ഫുഡ് കിട്ടിയില്ല. പിന്നെ 3ാമത്തെ കടയിൽ പോയപ്പോൾ ഫുഡ് കിട്ടി. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ച് നമ്മൾ അടുത്തത് പോയത് സ്നേഹതീരം ബീച്ചാണ്. എന്താണെന്നറിയില്ല, എവിടെ പോയാലും തിരക്ക് എന്നുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്നേഹതീരം ബീച്ചെത്തി നോക്കിയപ്പോൾ ബീച്ചിലും ഫുള്ള് തിരക്ക്, അത്രയും ആൾക്കാർ. ഞങ്ങൾ ജസ്റ്റ് തല മാത്രം എടുത്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരിനെ അറിയാത്തത്. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിൽ സൈഡിൽ കളിച്ചപ്പോൾ നല്ല അലവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ലൈഫ് ഗാർഡ്സ് വന്നിട്ട് മാറ്റി അപ്പുറത്ത് പോയി കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ഞങ്ങൾ സുഖമായി കുറച്ച് ദൂരം നിറയെ കളിച്ചു. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വണ്ടിയിലോട്ട് വന്നു. ഞങ്ങൾ അടുത്ത് പോകുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ്. അപ്പോൾ അതിന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നീടും ഞങ്ങളുടെ കളി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കളിച്ച് അറുമതിക്കായിരുന്നു വണ്ടിയിൽ. പറ്റുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ കളയേണ്ട വെച്ചിട്ട് മാക്സിമം എത്ര എൻജോയ് ചെയ്യാൻ പറ്റും അത്രയൊക്കെ എൻജോയ്. ആക്ച്വലി ഞങ്ങൾ അമ്പലങ്ങളിലാണ് പോയത്, എന്നാലും ഞങ്ങൾ മാക്സിമം എത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി. കാരണം ഫോൺ ഞങ്ങൾ വണ്ടിയിൽ മറന്നു വെച്ചു. അപ്പോൾ ഞങ്ങൾ 3 കൂടി പെട്ടു. ബാക്കിയുള്ളവർ ഞങ്ങളെ വിട്ടിട്ട് പോയി. പിന്നെ ഞങ്ങൾ അങ്ങനെ 3 കൂടി നടന്ന് ഒരു വഴിയായിട്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി. അവിടെ കുറേ ഫോട്ടോസും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയില്ല, കുറച്ച് പേര് മാത്രം പോയി. കാരണം ഞങ്ങൾ നോൺ വെജ് കഴിച്ചതുകൊണ്ട് ആരും പോയില്ല. ബാക്കിയുള്ളവരൊക്കെ പോയി. ഞങ്ങൾ വെളിയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ ഒന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. ഫുള്ള് നനഞ്ഞതുകൊണ്ട് ഡ്രസ്സിലൊക്കെ അഴുക്കായതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടല, അങ്ങനെ കുറച്ച് മസാല, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ ഞങ്ങൾ അടുത്തത് പോകണത് എന്ന് വെച്ചാൽ ലുലു മാളാണ്. പാലക്കാട് പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് ലുലു മാൾ. അത് കുറേ ആയി, പക്ഷെ ഞങ്ങൾക്ക് ആക്ച്വലി പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ സമയം അതിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ അതുവരെയുള്ള സമയം ഞങ്ങൾ ഫുള്ള് വൈബാക്കി, ഫുള്ള് ഡാൻസ് കളിയായിരുന്നു. അപ്പോൾ ഞാൻ അനീറ്റിയും കസിനുമായിരുന്നു കളി, ഫുള്ള് അവർ കളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എല്ലാവർക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ വടക്കഞ്ചേരി എത്തിയപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല, പക്ഷെ തേരാപ്പാര എല്ലാ കടകളിലേക്കും നടന്നു. അവസാനം എൻ്റെ അനിയത്തി എനിക്ക് കുറച്ച് ഡേറ്റ്സും അതുപോലെ തന്നെ ബദാമും വാങ്ങിച്ചു തന്നു. ഞാനിങ്ങനെ എല്ലാ കടകളും അവിടെ നിറയെ കടകൾ, ഡേറ്റ്സും ചിപ്സും അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു. വെറുതെ പോയി അപ്പുറത്ത് നോക്കുക ഇതൊരു പണിയായിരുന്നു. പിന്നെയും വന്നു വണ്ടിയിൽ കയറിയപ്പോൾ എല്ലാവരും തുടങ്ങി ഡാൻസ് എന്ന് പറഞ്ഞാലും പോരാ, എൻ്റെ ഉണ്ണിക്ക് എന്തൊക്കെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. 1-1.5 ഡാൻസ്, 1-1.5 വൈബുമായി. അങ്ങനെ അവർ ഡാൻസ് കളിക്കുക, ഞാൻ വീഡിയോ എടുക്കുക, എന്നുള്ള അവസ്ഥയിലേക്ക് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങനെ ഞങ്ങൾ ലുലു മാളെത്തി. എന്നിട്ട് ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിലോട്ട് കടന്നു. എസ്കലേറ്ററിൽ കയറി. പക്ഷെ ഒരുപാട് പേർക്ക് അതിൽ കയറാൻ പറ്റാണ്ട് എല്ലാവരും പേടിച്ച് നിന്നു. ഞങ്ങളങ്ങോട്ട് ചാടിക്കയറി മുകളിലെത്തിയപ്പോൾ അവിടെയും ഒരു 1.5 തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കാണാം, വാങ്ങാനൊന്നും പോയില്ല, ജസ്റ്റ് കാണാൻ പോയതാണ്. അവസാനം എല്ലാ കടകളിലും കയറി നോക്കി ഒക്കെ ചെയ്തു. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ, അതായത് ചെപ്പൽസ്, ഡ്രസ്സസ്, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ട് നോക്കിയായിരുന്നു. എന്നിട്ട് എൻ്റെ അനിയത്തി ഒരു ചെപ്പൽ എടുക്കണം പറഞ്ഞിട്ട് നോക്കി. അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ അവൾ പിന്നെ മിണ്ടാതെ അവിടേക്ക് വെച്ചു.
പിന്നെ കുറേ കുട്ടികളെ ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വെറുതെ വായി നോക്കി നിന്നു. അതിനുശേഷം ഞാനും അച്ഛനും മാമനും കൂടി എസ്കലേറ്ററിൽ ഇറങ്ങി വന്നു. ബാക്കിയുള്ളവരൊക്കെ ലിഫ്റ്റിൽ പോയി, അവർക്ക് പേടിയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ കുറച്ച് ഒരു സ്റ്റെപ്പും കൂടി ഇറങ്ങി വന്നിട്ട് പോസ് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ താഴെ ലിഫ്റ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പേടിയായതുകൊണ്ട് അവർ ലിഫ്റ്റിൽ വന്നില്ല. അങ്ങനെ ഞങ്ങൾ അവരിനെയും കൂട്ടിയിട്ട് താഴോട്ട് പോയി. കാരണം ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നും വാങ്ങാണ്ട് ലുലു മാളിനെ വെറുതെ ചുറ്റി മാത്രം കണ്ടു. അങ്ങനെ ലുലു മാളോട് ബായി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കണമല്ലോ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്നൊരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്ക് തട്ടുകടയിൽ പോകാൻ വയ്യാണ്ട് വലിയ ഹോട്ടലിൽ കയറി. അവസാനം അവിടെ ഫുഡില്ലാണ്ട് 1.5 സീനായി. പിന്നെ ഞങ്ങൾ തട്ടുകടയിൽ തന്നെ പോയി ഫുഡൊക്കെ കഴിച്ച് അതേ എനർജിയിൽ തിരിച്ച് വന്ന് ഞങ്ങൾ ഫുള്ള് വൈബാക്കി. അങ്ങനെ ഞങ്ങളുടെ ടൂറിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീട്ടിലെത്തി കിടന്നുറങ്ങിയിട്ട് ബൈ ബൈ.